അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റമളാൻ 10-നാണ് ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറഞ്ഞത്. അള്ളാഹുവിൻ്റെ റസൂൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ പത്നി, അള്ളാഹുവിൻ്റെ റസൂലിന് 25 വയസ്സായിരിക്കുമ്പോഴാണ് 40 വയസ്സുകാരിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ അള്ളാഹുവിൻ്റെ റസൂൽ വിവാഹം കഴിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തുമായിരിക്കുന്ന വേളയിൽ അള്ളാഹിൻ്റെ റസൂൽ ഒരു വടിയെടുത്ത് 4 വര ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്, 4 കുത്ത് ഇങ്ങനെ കുത്തുന്നുണ്ട്. എന്നിട്ട് സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണെന്നറിയുമോ സ്വഹാബത്തെ? സ്വഹാബത്ത് അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുത്ത് പറഞ്ഞു, അല്ലാഹു റസൂലുഹു അലം, അള്ളാഹുവിനും അവൻ്റെ റസൂലിനും അറിയാം, ഞങ്ങൾക്കറിയില്ല നബിയെ. അള്ളാഹുവിൻ്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, അഫ്ളലുൻ നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലുള്ള സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ സ്ത്രീകളാണ് ഈ 4 പേർ. അതിലൊന്ന് ഖദീജ ബിന്ത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹ, ഒന്ന് ഖദീജ ബീവിയാണ്. 2 ഫാത്തിമ ബിന്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി തങ്ങളുടെ പൊന്നുമോളായ ഫാത്തിമയാണ്. 2 ആസിയ ബിന്ത് മസാഹിം, ആസിയ ബീവി റളിയല്ലാഹു അൻഹയാണ്, ഫിർഔൻ്റെ ഭാര്യയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹ. 4-മത്തേത് മറിയം ബീവി റളിയല്ലാഹു അൻഹയാണ്. ഈ 4 പെണ്ണുങ്ങളാണ് സ്വർഗീയ റാണികളായി പരിലസിക്കുന്നത്, സ്വർഗീയമായ ഏറ്റവും ഉന്നത സ്ഥാനത്ത്. അള്ളാഹിൻ്റെ റസൂൽ എണ്ണിയ 1-മത്തെ പേര് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ധാരാളമുണ്ട്. ലോകത്തൊരു പെണ്ണ് റോൾ മോഡലാക്കണമെങ്കിൽ അത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ റോൾ മോഡലാക്കണം. ഖദീജ ബീവിയെപ്പോലെ റോൾ മോഡലാക്കാൻ പറ്റിയ ഒരു പെണ്ണ് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഒരാളെപ്പോലും കാണാൻ പറ്റില്ല. ഒരാളെപ്പോലും. സ്വന്തം ഭർത്താവിനെ പരിചരിക്കാൻ വേണ്ടി സന്നദ്ധയായി ഇറങ്ങി, അള്ളാഹിൻ്റെ ഹബീബിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച് കല്യാണ ആലോചനയുമായിട്ട് മുന്നിട്ട് വന്ന് 25 വയസ്സായ ആ മനുഷ്യൻ, മുഹമ്മദ് എന്ന ആ മനുഷ്യൻ പിൽക്കാലത്തൊരു പ്രവാചകനാകുമെന്നറിഞ്ഞ് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് തൻ്റെ സമ്പത്തും ആരോഗ്യവും തൻ്റെ എല്ലാ സർവസ്വവും ആ മുത്തുനബിതങ്ങളുടെ കാൽച്ചുവട്ടിൽ സമർപ്പിച്ചിട്ട് മുത്തുനബിതങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭാര്യയായി മാത്രമല്ല ഒരു വൃത്തിയായി കൂടെ ജീവിച്ചു മഹദിയായ ഖദീജ ബിന്ത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹ. അള്ളാഹിൻ്റെ റസൂൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ. അള്ളാഹുവിൻ്റെ റസൂൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി കിട്ടുന്ന വേളയിൽ ഹിറാ ഗുഹയിൽ ധ്യാന നിമഗ്നനായിരിക്കെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന ഖുർആൻ വചനത്തിൻ്റെ ആരംഭം ഓതിക്കൊടുക്കുമ്പോൾ ഓടി വരുന്നത് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അടുക്കലാണ്. സമ്മിലൂനി ഖദീജ, സമ്മിലൂനി യാ ഖദീജ, എന്നെ പുതപ്പിട്ട് മൂടൂ ഖദീജ. സങ്കടം സഹിക്കവയ്യാതെ ദുഃഖത്തിൻ്റെ ഭാരം പേറി വന്ന മുത്തുനബിയോട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുമ്പോൾ, എന്താണ് പ്രയാസമെന്ന് ചോദിക്കുമ്പോൾ, ബുദ്ധിമുട്ടും പ്രയാസവും അറിയിക്കുമ്പോൾ ഖദീജ ബീവി കൊടുക്കുന്നൊരു മറുപടിയുണ്ട്, കല്ലാ വല്ലാഹി മാ യുഹ്സീകല്ലാഹു അബദ. എന്തിനാ വിഷമിക്കുന്നത് പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അള്ളാഹു അങ്ങയെ വെറുതെയാക്കില്ല. ഇന്നക ലതസിലുർ റഹിം, ഇന്നക ലതസിലുർ റഹിം, നിങ്ങൾ നിശ്ചയം കുടുംബബന്ധം ചേർത്തവനാണ്. വതഹ്മിലുൽ കല്ല, ബുദ്ധിമുട്ടുള്ളവൻ്റെ എല്ലാ പ്രയാസങ്ങളും നീക്കിയവനാണ്. അതിഥി സൽക്കാരം നടത്തിയവനാണ്. ബുദ്ധിമുട്ടും പ്രയാസവും ഉള്ളവൻ വരുമ്പോൾ അവൻ്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അവരെ കൂടെ നിന്നവരാണങ്ങ്. അതുകൊണ്ട് അങ്ങേ അള്ളാഹു വെറുതെയാക്കൂല എന്ന് പറഞ്ഞു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു പ്രതിസന്ധി ഘട്ടത്ത് ചേർന്ന് നിൽക്കുന്നവളാവണം ഭാര്യ. ഒരു പ്രതിസന്ധിയുടെ നിലയില്ല കയത്തിൽ മുത്തുനബി എപ്പോഴൊക്കെ പെട്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം കൈപിടിച്ച് പൊക്കി. അള്ളാഹിൻ്റെ റസൂൽ വിവാഹം കഴിച്ചപ്പോൾ മക്കയിലെ ഖുറൈശികളും മക്കയിലെ മുശ്രിക്കുകളും പറഞ്ഞല്ലോ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയിട്ട് ഒരു ഫക്കീറിന്, ഒരു പാവപ്പെട്ടവന് നല്ല ലോട്ടറി അടിച്ചതുപോലെ ഒരു പണക്കാരിയെ കിട്ടിയല്ലോ എന്ന്. ആ സമയത്ത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുക്കൽ വന്ന് പറയുന്നുണ്ട്, നബിയേ, എൻ്റെ പക്കൽ എന്തെല്ലാം സമ്പത്തുണ്ടോ ഇന്നു മുതൽ അതിൻ്റെ എല്ലാം ഉടമസ്ഥൻ അങ്ങാണ്. ഇനി അങ്ങയ്ക്കാണ് ഈ സമ്പത്തിൻ്റെ മുഴുവനും എല്ലാ അധികാരവും അങ്ങയ്ക്കാണ്. ഒരൊറ്റ രാത്രി കൊണ്ട് ഏറ്റവും വലിയ സമ്പന്നയായിരുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഏറ്റവും വലിയ ദരിദ്രയായിട്ട് മാറുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതം മുഴുവനും അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടിയിട്ട് ഹബീബായ തങ്ങളെ പരിചരിക്കാനും ഹബീബായ തങ്ങളെ നോക്കുവാനും ഹബീബായ തങ്ങളെ കൂടെ ചേർന്ന് നിൽക്കാനും ഖദീജ ബീവി ആഗ്രഹിച്ചു. ഹിറാ ഗുഹയിൽ
ഹിറാ ഗുഹയുടെ ഉള്ളിൽ ഇരിക്കുമ്പോൾ ഒരു ദിവസം ആ ജബലുന്നൂർ എന്ന മഹാപർവ്വതത്തിൻ്റെ മുകളിൽ 4 പ്രാവശ്യം കയറി ഇറങ്ങുമായിരുന്നു മുത്തുനബി തങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്നുണ്ട്, അള്ളാഹിൻ്റെ റസൂൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയെ പറ്റി പറഞ്ഞാൽ 100 നാവാണ്, 100 നാവ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിട പറഞ്ഞ വർഷം പോലും ആമുൽ ഹുസ്ൻ, ദുഃഖവർഷമെന്നാണ്. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദുഃഖം തളം കെട്ടി നിന്ന വർഷമാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറഞ്ഞ ദിവസം തന്നെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഇദാ ദക്കറ ഖദീജ സന അലൈഹ ഫഅഹ്സന സനാഅ, വലിയ രീതിയിൽ ഇങ്ങനെ പുകഴ്ത്തി പറയും, എൻ്റെ ഖദീജ, എൻ്റെ ഖദീജ, ഇങ്ങനെ പുകഴ്ത്തി പറയുമായിരുന്നു. ഫഖാലത്ത്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര അലോസരമാണ്, ഒരു ബുദ്ധിമുട്ടും പ്രയാസവുമാണ്. ഫഗിർതു യൗമൻ ഫഖുൽതു മാ അക്സറ മാ തദ്കുറുഹ, എത്ര പ്രാവശ്യമായിട്ട് നിങ്ങൾ ഖദീജയുടെ പേര് തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്. ഹംറ അഷ്ദഖ്, ആ മോണ ചുവന്ന വൃദ്ധയായ മോണ ചുവന്ന പെണ്ണിനെ കുറിച്ചാണോ നിങ്ങൾ ഈ സംസാരിക്കുന്നത്? ഖദ് അബ്ദലക്കല്ലാഹു അസ്സ വജല്ല ബിഹാ ഖൈറൻ മിൻഹ, ആ ഖദീജയേക്കാൾ വൃദ്ധയായ കിഴവിയേക്കാൾ നല്ല സുന്ദരിയായ ചെറുപ്പക്കാരിയായ ഒരു പെണ്ണിനെ അങ്ങേക്ക് തന്നില്ലേ അള്ളാഹു ഈ ആയിഷാനെ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ തന്നെ പറയാൻ, ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം വിവർണമായി, മുഖം ചുവന്നു തൊടുത്തു, ദുഃഖഭാരത്താൽ ആ മുഖം വിങ്ങി. എന്നിട്ട് ആയിഷ ബീവി എടുത്തു പറഞ്ഞു, ആയിഷ നീ അങ്ങനെ പറയരുത് ആയിഷ, ഖദ് ആമനത് ബി ഇദ് കഫറ ബിഹിന്നാസ്, ജനങ്ങൾ എന്നെ വെറുത്തപ്പോൾ, എന്നെ നിഷേധിച്ചപ്പോൾ എന്നെ വിശ്വസിച്ചവളാണ്. ജനങ്ങളെല്ലാം എന്നെ അവിശ്വസിച്ചു, കള്ളനാണെന്ന് വിളിച്ചപ്പോൾ എന്നെക്കൊണ്ട് വിശ്വസിച്ചവളാണ് എൻ്റെ ഖദീജ. വസദ്ദഖനി ഇദ് കദ്ദബനിന്നാസ്, കള്ളവാക്കിയപ്പോൾ, കള്ളനെന്ന് വിളിച്ചപ്പോൾ എന്നെ വാസ്തവീകരിച്ച, വാസ്തവമായിട്ട് എന്നെ പ്രവാചകനായിട്ട് കണ്ട പെണ്ണാണ് ഖദീജ. വാസത്തിന് വിമാലിഹ ഇത് ഹറമനിന്നാസ്, ജനങ്ങൾ സമ്പത്തുമെല്ലാം എന്നെ കൊണ്ട് നിഷേധിച്ചപ്പോൾ സമ്പത്ത് കൊണ്ട് എൻ്റെ കൂടെ ചേർന്ന് നിന്നവളാണ് എൻ്റെ ഖദീജ. വറസഖനില്ലാഹു അസ്സ വജല്ല വലദഹ ഇത് ഹറമനി ഔലാദൻ നിസാ, എൻ്റെ എല്ലാ ഭാര്യമാരിലും എനിക്ക് മക്കളെ കൊണ്ട് എൻ്റെ റബ്ബെന്നെ അനുഗ്രഹിച്ചത് ഖദീജ ബീവിയിലൂടെയാണ് ആയിഷ. അതുകൊണ്ട് മേലാൽ ഖദീജ ബീവിനെ പറ്റി ഞാൻ പറയുമ്പോൾ അത് വേണ്ട എന്ന് നീ പറയരുത്. അള്ളാഹിൻ്റെ റസൂൽ തിരുത്തി ആയിഷ ബീവിയെ. പിന്നെ ഒരിക്കൽ പോലും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഖദീജ ബീവിയെ കുറിച്ചൊരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടില്ല. സഹോദരങ്ങളെ, വളരെയേറെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യമാണ്. എപ്പോഴെല്ലാം മക്കയിൽ വന്നോ അപ്പോഴെല്ലാം ജന്നത്തുൽ മുഅല്ലയിൽ വരുമായിരുന്നു ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മഹാശ്രേഷ്ഠമായ ഉന്നതമായ സ്ത്രീകളിൽ ഉന്നതമായ സ്ഥാനം വഹിച്ചിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ഒരു ദിവസം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വരുന്നുണ്ട്. യാ റസൂലല്ലാഹ്, ഹാദിഹി ഖദീജ, ഖദീജയാണ് നബിയേത്. ഖദ് അതത് മഅഹാ ഇനാഉൻ ഫീഹി ഇദാമുൻ ഔ തആമുൻ ഔ ശറാബ്, ഖദീജ ഇപ്പോൾ വരും കേട്ടോ നബിയെ. ഖദീജയുടെ കയ്യിൽ പാത്രമുണ്ട്, അതിൽ ഭക്ഷണവും കറിയും വെള്ളവും എല്ലാം ഉണ്ട് നബിയെ. ഫൈദാഹി അതത്ക, അങ്ങനെ ഖദീജ ബീവി നിങ്ങളുടെ അടുക്കൽ വന്നാൽ ഫഖറ അലൈഹസ്സലാം ബിൻ റബ്ബിഹ, അവളുടെ റബ്ബിൽ നിന്നൊരു, ഖദീജയുടെ റബ്ബിൽ നിന്നൊരു സലാം ഖദീജക്കുണ്ടെന്ന് പറയണം നബിയെ. വബശ്ശിർഹാ ബിബൈത്തിൻ ഫിൽ ജന്ന വമിന്നി, എന്നിൽ നിന്നും, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമായ എന്നിൽ നിന്നും, ഖദീജ ബീവിയുടെ റബ്ബായ അള്ളാഹുവിൽ നിന്നും ഒരു സലാമുണ്ടെന്ന് പറഞ്ഞേക്കണം നബിയെ. വബശ്ശിർഹാ ബിബൈത്തിൻ ഫിൽ ജന്ന, സ്വർഗത്തിലൊരു മണിമാളിക ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം നബിയെ. മിൻ ഖസബിൻ വലാ സഖബിൻ ഫീഹി വലാ നസബ്, ഒരു ബുദ്ധിമുട്ടും പ്രയാസവുമില്ലാത്ത നല്ല തിളക്കമുള്ള നല്ലൊരു സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ സ്വർഗീയമായൊരു ഭവനം അവർക്കുണ്ടെന്ന് പറഞ്ഞേക്കണേ നബിയെ. അള്ളാഹിൻ്റെ റസൂൽ അത് പറഞ്ഞു കൊടുത്തപ്പോൾ സലാം പറഞ്ഞത് ആരാണ്? അള്ളാഹുവാണ് സലാം പറഞ്ഞിരിക്കുന്നത് ഖദീജ ബീവിക്ക്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് സലാം പറഞ്ഞിരിക്കുന്നത് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹുവിനെ. എങ്ങനെ മടക്കും? ഖദീജ ബീവി സലാം മടക്കിയ രൂപം തന്നെ വളരെ വ്യത്യസ്തവും വളരെയേറെ അത്ഭുതകരവുമായ സലാം അടക്കൽ. ഇന്നല്ലാഹ ഹുവസ്സലാം. സാധാരണ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ രക്ഷ നിനക്കുണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഓരോ സലാമെങ്കിൽ, ആ അള്ളാഹു തന്നെ നേരിട്ട് സലാം പറയുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക്. എങ്ങനെ അള്ളാഹുവിന് സലാം അടക്കും? ഭംഗിയായിട്ട് മടക്കി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ഇന്നല്ലാഹ ഹുവസ്സലാം, നിശ്ചയമായും അള്ളാഹു തന്നെയാണ് രക്ഷ. വഅലാ ജിബ്രീൽ അസ്സലാം, ജിബ്രീലിനും ഉണ്ടാകണം ആ സലാം, ആ രക്ഷ. വഅലൈക്കസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അങ്ങേക്കുമുണ്ട് നബി അള്ളാഹുവിൻ്റെ സലാം എന്ന് മഹദിയായ ഖദീജ വളരെ ഭംഗിയായിട്ട് സലാം അടക്കിയെങ്കിൽ, സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം വഹിക്കുന്നുണ്ടെങ്കിൽ
ദുനിയാവിലെല്ലാം കൊടുത്ത് ഒന്നുമില്ലാത്ത ദരിദ്രയായി ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയെങ്കിൽ, പ്രിയമുള്ളവരെ, ആ മഹദിയുടെ സുന്ദരമായ ആണ്ടിൻ്റെ ഓർമ്മയുടെ ദിനത്തിൽ എല്ലാവരും അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതണം. അവരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും കൊടുക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.